പ്രേക്ഷകർക്കറിയാം, ഇന്ന് മിഷൻ 60 ആരംഭിച്ചതിൻ്റെ 17ാം ദിവസമാണ്. ഈ 17 ദിവസം പിന്നിടുമ്പോൾ രാഹുലിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ രാഹുലിനെ ഒരു പെണ്ണുപിടിയനായി, ഒരു ആഭാസനായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ പുറന്തള്ളുക, പാർട്ടിയെ ദുർബലപ്പെടുത്തുക, പിണറായിക്ക് 3ാം വട്ടവും വരുവാനുള്ള ആ ക്യാമ്പയിൻ്റെ തുടക്കം കുറിക്കുക എന്ന കൂട്ടിക്കൊടുപ്പ് സതീശന്റെയും പാർട്ടികളുടെയും 1500 കോടി രൂപയുടെ ആ കൂട്ടിക്കൊടുപ്പ് പണം മേടിച്ച ആ ക്യാമ്പയിൻ്റെ ഫസ്റ്റ് പദ്ധതിയായിരുന്നു ഇത്. ആ ഫസ്റ്റ് പദ്ധതി തുടങ്ങിയിട്ട് അതിനെതിരെയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള മിഷൻ 60യുടെ 17ാം ദിവസം നമ്മളൊന്ന് വിലയിരുത്തിയാൽ രാഹുലിന് ഇപ്പോൾ ഉള്ളത് ഒരു ഇരയുടെ പരിവേഷമാണ്. വി ഡി സതീശൻ എന്ന കേക്കച്ചന്, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ, ഒരു വില്ലന്റെ, കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കുവാൻ അധ്യക്ഷത വഹിക്കുന്ന ഒരു നാണംകെട്ടവന്റെ പരിവേഷവും വന്നു ചേർന്നു. മിഷൻ 60യുടെ ഒരു വിജയം എന്ന് തന്നെ അത് പറയാം. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തെ, ഇവർ ക്രൂശിക്കുവാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തെ ശക്തനായി അദ്ദേഹത്തിന്റെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിക്കുകയും നിയമസഭയിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. യാതൊരു നാണവും മാനവുമില്ലാതെ ഇന്നും വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറയുകയുണ്ടായി, ഇത് ഞങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, സ്പീക്കർക്ക് ഇന്ന് കത്ത് കൊടുക്കാൻ പോവുകയാണ്, കാരണം ഇദ്ദേഹത്തിന് കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇദ്ദേഹം ഞങ്ങളുടെ MLA അല്ല, ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് മാറ്റിക്കളയൂ എന്ന് സ്പീക്കർക്ക് വേറെ ആർക്കും ത്രാണിയില്ലാത്തത് കൊണ്ട് ഈ നാണംകെട്ടവൻ തന്നെ, ഈ കൂട്ടിക്കൊടുപ്പിന് അച്ചാരം വാങ്ങിയ ഈ സതീശൻ തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹത്തെ മറ്റൊരു ബ്ലോക്കായി എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നും ഇദ്ദേഹം പറയുകയാണ്. എന്നിട്ടും പറയുന്നു, ഞങ്ങളൊരു സംരക്ഷണവും നൽകത്തില്ല, വന്നാൽ ഞങ്ങൾ പണി കൊടുക്കും, വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഇന്നും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ ഇന്ന് വന്നു നിന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു പ്രീ പ്ലാൻഡ്. എന്തുകൊണ്ടാണ് i2 ന്യൂസ് ഇതൊരു പ്രീ പ്ലാൻഡ്, പ്രീ മെഡിറ്റേറ്റഡ് ഒരു ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്നത്? നമ്മൾ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 17 ദിവസം ആകുന്നു, ഇതുവരെ ഒരു വിക്ടിമിന്റെ പരാതിയില്ല, FIR ഇല്ല. ഇവരുടെ ഒരു സംഘടിത ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിന്റെ ഒരു പാർട്ടായ ഒരു മരമുറി കള്ളന്മാർ തൊടുത്തുവിട്ട ആരോപണമല്ലാതെ, അശരീരികളല്ലാതെ ഇന്നും പരാതികളില്ല എന്നോർക്കണം. പ്രതിപക്ഷം വെച്ചു മടക്കി. CPM ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവർ സകല പ്രതിഷേധവും നിർത്തി. BJPയും അടങ്ങി, അവർക്കും യാതൊരു പരാതിയുമില്ല. ഇപ്പോഴും അടങ്ങാതെ, ഇപ്പോഴും വീറോടെ നിൽക്കുന്നത് വി ഡി സതീശൻ മാത്രമാണ്. വി ഡി സതീശനും വി ഡി സതീശന്റെ ചെരുപ്പ് നക്കികളായ, നാളെ എന്തെങ്കിലും ഇവന്റെ ഇലയുടെ അറ്റത്ത് നിന്ന് നക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറെ ഇവന്റെ കൂട്ടാളികളും മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇതിവന്മാർ ആസൂത്രണം ചെയ്ത ഒരു പ്രീ പ്ലാൻഡ്, പ്രീ മെഡിറ്റേറ്റഡ് ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പ്രതിപക്ഷം, ബാക്കിയുള്ള ശത്രുക്കൾ അടങ്ങിയിട്ട് പോലും ഇവൻ അടങ്ങുന്നില്ല. തെളിവുകളില്ല, പരാതിയില്ല, പിടിച്ചു നിൽക്കുവാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവൻ നാണം കെട്ട് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് എടുത്ത തീരുമാനമാണ്, അതിൽ മാറ്റമില്ല, നിലപാടാണെന്ന് പറഞ്ഞ് ഈ നാണം കെട്ടവൻ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ്. ഇപ്പോൾ ശക്തമായിട്ട്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം ആഘോഷിക്കേണ്ടുന്ന സമയമാണ്. ഇവരാണ് ചോദിക്കേണ്ടുന്നത്. ഈ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് ചോദിക്കേണ്ടത്, നാണം കെട്ടവന്മാരെ, ചാനലുകാരെ, നിങ്ങൾ ആഘോഷിച്ചല്ലോ, എവിടെ പരാതിക്കാർ, എവിടെ രേഖാമൂലം പരാതി, എന്ത് തെളിവാണുള്ളത്, കൊണ്ടുവരൂ എന്ന് പറയേണ്ടുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? അവൻ കഴിഞ്ഞ ദിവസം ഇതാ എറണാകുളത്ത് സമ്മേളനം വിളിച്ച് പറയുകയാണ്, ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, ഈ നാണംകെട്ട പിണറായിക്ക് 3ാം വട്ടം ഊഴമൊരുക്കാൻ കോഴ മേടിച്ചെടുത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തെ തൂക്കി വിറ്റ ഈ നാണംകെട്ടവന്മാർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളെ പ്രസ്ഥാനത്തെ നിന്ന് പുറത്താക്കുമെന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുപോലെ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചാൽ അവനെ തീർത്തു കളയും എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇവന്റെ PR ഏജൻസികളെ കൊണ്ട് പറയുന്നു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മറ്റ് യുവ നേതാക്കന്മാരുടെയും സൈബർ ഹാൻഡിലിങ്ങുകളാണ്, ഇത് സൈബർ കൊട്ടേഷൻകാര് ലീഡറിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവനെ വെട്ടി വീഴ്ത്താനുള്ള പരിപാടിയാണെന്ന് പറയുന്നു. നാണം കെട്ടവനെ,
തൂക്കിവിറ്റ്, ഈ പ്രസ്ഥാനത്തെ തൂക്കിവിറ്റ് പിണറായി സർക്കാരിന് 3ാം വട്ടം വരുവാനുള്ള അച്ചാരം വാങ്ങിയ ആ ക്യാമ്പയിന്റെ ജട്ടി വിപ്ലവത്തിന്റെ അധ്യക്ഷത വഹിച്ച് അതിന് സാരഥ്യം വഹിക്കുന്ന ഈ നാണം കെട്ടവൻ ഈ പ്രസ്ഥാനത്തെ വിറ്റ ആ പിമ്പ് പറയുകയാണ്. എന്താണ് പറയുന്നത്? മുമ്പിൽ നിന്ന് നയിക്കുന്നവനെ ആരോപണം ഉന്നയിക്കുന്നേ, സൈബർ ആക്രമണം നടത്തുന്നതെന്ന്. എടാ നാണം കെട്ടവനെ, ഈ പാർട്ടിയുടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടുന്ന ആ സമയത്ത് തങ്ങളുടെ ചേർത്ത് നിർത്തേണ്ടുന്ന യുവനേതാവിനെ ഒറ്റിക്കൊടുത്ത, അവനെ നാണം കെടുത്തിയ, വ്യഭിചാരിയാക്കി ചിത്രീകരിച്ച ആ നാണം കെട്ടവൻ പറയുകയാണ്, ഈ കള്ളക്കമ്മട്ടങ്ങൾ നടത്തിയ, ഇതിന് ആസൂത്രണം ചെയ്ത ആ നാണം കെട്ടവൻ തന്നെ പറയുവാണ്, ഈ നാണം കെട്ട പണി ചെയ്ത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. എടാ സൈബർ അറ്റാക്ക് അല്ലടാ, അത് ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. 1500 കോടി രൂപയാണ് അഡ്വാൻസ് ആയിട്ട് ഇവൻ ദുബൈയിൽ പോയി മേടിച്ചത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിന്റെ വീതം പറ്റിയ മാധ്യമങ്ങൾ നിങ്ങൾക്കറിയാം. സതീശൻ എന്തെങ്കിലും തട്ടുകേടുണ്ടാകും എന്നറിയുമ്പോൾ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർ ചാടി വീഴും. ഇത് വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആസൂത്രണമാണെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന് പരാതി വന്ന അടുത്ത ദിവസം മുട്ടിൽ മരമുറി കള്ളന്മാർ അടുത്ത ആരോപണവുമായി വന്നു. ഞങ്ങളുടെ ഇനിയും വലിയ സാധനങ്ങൾ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ല, ഉണ്ടയില്ല, അവിടെ വെച്ചു. അവരോർത്തു ഇന്നലെ അപ്രകാരം ഒരു ആരോപണം നടത്തുമ്പോൾ 15-ാം തീയതി വരെ അത് ആളിക്കത്തും, അതിനകത്ത് അതിന്റെ ആ ഒരു ഭീതിയിൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് കരുതി. ഇന്നിതാ പ്രേക്ഷകർ കാണുക, വി.ഡി. സതീശൻ എന്ന നാണം കെട്ടവൻ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കിക്കൊടുത്ത പിമ്പ്, പിണറായിക്ക് 3ാം വട്ടവും ഭരണത്തിലേറുവാൻ കാർപ്പറ്റ് വിരിച്ചു കൊടുത്ത ആ പിമ്പ് കൂട്ടിക്കൊടുപ്പുകാരൻ, കോടികൾ ദുബൈയിൽ പോയി ഇപ്പോൾ കമ്മീഷൻ വാങ്ങിയിട്ട് വന്ന ആ നാണം കെട്ടവൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് പറയുന്നത് കാണുക. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. കോൺഗ്രസിൽ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് 2 അഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയേ ഉള്ളൂ. അല്ല, അത് അറിയിക്കും, അദ്ദേഹം അറിയിക്കും. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത്, അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല. അറിയാലോ, ക്ലിയർ അല്ലേ? KPCC പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും പൈ തോന്നാനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ, നമ്മളെങ്ങനെ മറുപടി? കണ്ടല്ലോ പ്രേക്ഷകരെ, ഇവൻ യാതൊരു നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണ് രാഹുലിനെ മാറ്റി നിർത്തുവാൻ പറഞ്ഞത്? ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നാണ് ഈ നാണം കെട്ടവൻ പറയുന്നത്. എന്ത് ബോധ്യം? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശ, നിങ്ങൾ ചെയ്യേണ്ടുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. നിന്റെ ഉത്തമ ബോധ്യം, ഉത്തമ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കൾ ആ തെളിവുകൾ പുറത്തുവിടണം. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്, അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത്? അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായിട്ട്, നിങ്ങൾ മറ്റാർക്കും പരാതിക്കാരി പോലും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു തെറ്റുകാരനായി നിങ്ങൾ ചിത്രീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മറ്റു നേതാക്കന്മാർക്കും സാധാരണ ജനങ്ങൾക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സംവിധാനങ്ങളോ ഇവിടുത്തെ കോടതിയോ അതല്ലെങ്കിൽ ഇരകളോ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു, അവനെ എടുത്ത് മാറ്റിക്കളഞ്ഞു? എന്തിന്റെ ബോധ്യത്തിൽ? ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാർ കളക്റ്റീവായിട്ട് എടുത്ത ഒരു ഡിസിഷൻ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് പറയാമോ നിങ്ങളോടൊപ്പം ഏതൊക്കെ നേതാക്കന്മാരാണ് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന തീരുമാനമെടുത്തതിൽ നിങ്ങളുടെ കൂടെ പങ്കാളികളായവർ? നിങ്ങൾ പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് ക്രൂശിക്കുന്നു എന്ന്. നിങ്ങൾ അവരുടെ പേര് പറയുക. ആരൊക്കെയാണ്
ഈ ഒരു നാണംകെട്ട തീരുമാനമെടുക്കുന്നതിൽ നിങ്ങളുടെ കൂടെ പങ്കാളികളായത്. നിങ്ങൾ തന്നെ നിലവിളിക്കുന്നു, നിങ്ങളുടെ PR ഏജൻസികളെ കൊണ്ട് നിങ്ങൾ നിലവിളിപ്പിക്കുന്നു. നേതാവിനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പൊതുജനങ്ങൾ ആക്രമിച്ചിട്ടും ഒരൊറ്റ നേതാക്കന്മാരും നിങ്ങളുടെ കൂടെ സപ്പോർട്ടില്ലെന്ന്. എന്തുകൊണ്ട്? എടാ, പിമ്പുപണി കാണിച്ചവനെ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കി വിറ്റവനെ, ദുബൈയിൽ പോയി കമ്മീഷൻ മേടിച്ച നാണം കെട്ടവനെ നിന്റെ കൂടെ എന്തുകൊണ്ട് നിന്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാരും അണികളും നിൽക്കുന്നില്ല എന്ന് നീ സ്വയം ആലോചിക്കുക. നിന്റെ PR ഏജൻസികളെ കൊണ്ട്. പ്രേക്ഷകർ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും, ഇന്നലെ ഏഷ്യനെറ്റ്, ഇതിനെ ഏഷ്യനെറ്റ് എന്നും വേശ്യാനെറ്റ് എന്നും ഇന്ന് പ്രേക്ഷകർ ഇന്ന് വിളിക്കുവാൻ കാരണം എന്താണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യമായി. ഇത് വേശ്യാനെറ്റ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ജനങ്ങൾ, നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് ഇത് ഏതാണ്ട് ഒരുമാതിരി ഒബ്ജക്റ്റീവായിട്ട് അത്യാവശ്യം സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് കരുതുന്നത്. ഇന്നലെ വൈകിട്ട് ഈ അടുപ്പുകൂട്ടി ചർച്ചയിലെ ചർച്ച VG സുരേഷിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു ഏഷ്യനെറ്റില്. ഇതൊരു വേശ്യാനെറ്റ് ആണെന്ന് കൃത്യമായിട്ടും ജനങ്ങൾ പറയുന്നതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്, അതിനെ സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു ഡിസ്കഷനാണ് ഇന്നലെ നടന്നത്. ഇന്നലെ ആ ചർച്ചയിൽ പങ്കെടുത്തത് VD സതീശന്റെ PR ഹെഡ്. അടുത്ത പ്രാവശ്യം VD സതീശൻ മന്ത്രിസഭ ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആകാമെന്ന്, അദ്ദേഹത്തിന്റെ മീഡിയ ഉപദേഷ്ടാകനാകാമെന്ന് വിചാരിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ചർച്ച സംഘടിപ്പിച്ചു. ഒരു പൊടിപാറ്റി, ഈ സതീശന്റെ ദിവസക്കൂലിക്കാരൻ, ഏത് ചാനലുകളിൽ പോയാലും VD സതീശന്റെ ദിവസക്കൂലി, ഈ സതീശന് വേണ്ടി ഇരുന്ന് പറയുക എന്നുള്ള, ഇവൻ എവിടുത്തെ മാധ്യമപ്രവർത്തകൻ? ഇയാളെ ആരെങ്കിലും മാധ്യമപ്രവർത്തകൻ എന്നാണ് അതിന്റെ അടിയിൽ കാണിക്കുന്നത്. ഇയാൾ എവിടുത്തെ മാധ്യമപ്രവർത്തകനാണ്? ഏത് മാധ്യമത്തിലാണ് ഇയാൾ വെച്ചത്? സതീശനെ വെള്ളപൂശാൻ മാധ്യമങ്ങളിൽ പോയിരിക്കുന്ന ദിവസത്തൊഴിലാളിയും ഇവന്മാരുടെ കൂടി ഇന്നലെ ഒരു അന്ത്യചർച്ച നടത്തി. ആ അന്ത്യചർച്ചയുടെ സാരാംശം എന്തായിരുന്നു അറിയാമോ? നിങ്ങൾ നോക്കൂ, അത്രയും വലിയൊരു ചാനലിൽ ആകെ കണ്ടേക്കുന്നത് 30,000 പേരിൽ താഴെയാണ് ഇവന്മാർ ചർച്ച നടത്തിയിട്ട്. ആ ചാനൽ ചർച്ചയുടെ കമന്റുകൾ നിങ്ങൾ ഓരോന്നും, ഈ നാണം കെട്ടവന്മാർ ആ കമന്റുകളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടും ഇപ്പോഴും നിലവിലുള്ള, ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏഷ്യാനെറ്റിൽ ഇന്നലെ ഇവർ വൈകിട്ട് നടത്തിയ VG സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ചർച്ചയുടെ കമന്റ് ഇപ്പോൾ നിങ്ങൾ പോയി നോക്കുക. ഇപ്പോൾ ഇവന്മാരത് റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആ കമന്റ് കയറി നോക്കുക. ആ കമന്റിലൂടെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം, ഇവന്മാർ ഒരു ന്യായീകരണം നടത്താൻ നോക്കുകയാണ്. VD സതീശൻ ഭയങ്കര നിലപാടാണ്. ആദ്യമേ ഇവന്മാർ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത ആ ബൈറ്റ് ഏഷ്യനെറ്റിന്റെ റിപ്പോർട്ടർ ചോദ്യം ചോദിക്കുന്നു, അന്നേരം ഇയാള് ഉത്തരം പറയുന്നു. അങ്ങനെ വളരെ ആകസ്മികമായി എടുത്ത പോലുള്ള ഒരു ബൈറ്റ് ഇവന്മാർ തയ്യാറാക്കി, അത് എയർ ചെയ്തു. അതിനുശേഷം ഇന്നലെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അത് കാണിച്ചു. ഇയാൾ എന്തോ ഭയങ്കര ഒരു നിലപാടിന്റെ അപ്പോസ്തോലനായിട്ട് ചിത്രീകരിച്ചിട്ട് അത്രയും ശക്തമായ ഒരു നിലപാടെടുത്ത ഒരാളെ ബാക്കിയുള്ള നേതാക്കന്മാരും ഇവരുടെ സൈബർ ടീമും എല്ലാം കൂടെ ആക്രമിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്, ഇയാളെ തകർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇലക്ഷൻ അടുക്കാറായപ്പോഴത്തേക്കും നേതാവിനെ വെട്ടി വീഴ്ത്താൻ നോക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവാണ് ഇവന്മാർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ നാണം കെട്ടവൻ, ഇവന്റെ നിലപാട് ഇവൻ കീറി പറഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ കൂട്ടിക്കൊടുത്തു, ഈ പാർട്ടിയെ കൂട്ടിക്കൊടുത്ത് പിണറായിക്ക് 3ാം വട്ടം വരുവാനുള്ള അഡ്വാൻസ് മേടിച്ചിട്ട് ഇവൻ ഇതിനെ ഒരു നിലപാടാക്കി ചിത്രീകരിച്ച് ഇവിടുത്തെ ജനങ്ങളെയും ഈ പാർട്ടി പ്രവർത്തകരെയും വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണ് ആ ഡിസ്കഷന്റെ താഴെ കൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. ഇവന്റെ PR ഏജൻസിയാണ് നടത്തിയിരിക്കുന്നത്. ഇവന്റെ PR പണി ചെയ്യുന്ന ആളുകളാണ് ആ ചർച്ച ആസൂത്രണം നടത്തിയത്. അത് കാണുക. വളരെ 3 പേരെ ഇവന്റെ ശിങ്കടികളെ വിളിച്ചിരുത്തിയിട്ട് ഇവന്മാർ ചർച്ച ചെയ്യുക, ഭയങ്കര അടുപ്പുകൂട്ടി ചർച്ച ചെയ്യുക. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഇയാൾക്ക് മിനിങ്ങാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, മിനിങ്ങാന്ന് ഇവൻ വന്ന് ഈ നാണം കെട്ടവൻ വന്ന് ഇവന്റെ ആ നിലപാടിനെ കുറിച്ച് വ്യക്തമാക്കുന്നതിന് മുന്നോടിയായി മരമുറി കള്ളന്മാരുടെ ചാനലിൽ കൂടെ ഒരു സാധനം ഇവന്മാര് ഒരു വ്യാജ വാർത്ത കൊടുത്തു. ഇന്ന് ഇയാൾക്ക് വന്ന് ഈ നിയമസഭയിൽ സ്പീക്കർക്ക് കത്ത് കൊടുക്കും എന്ന് പറയുന്നതിന് ഒരു ബേസ് വേണം. അന്നേരം അതിന്റെ തലേ ദിവസവുമാർ വളരെ സംഘടിതമായിട്ട് ഏഷ്യനെറ്റ് പോലൊരു മാധ്യമത്തിൽ ഇതുപോലൊരു ചർച്ച നടത്തി. ഇത് വലിയൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ നിലപാടെന്ന് പറയുന്നത്, ആ നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടി തകർന്നു പോയെന്നൊക്കെ പറയാം. നാണം കെട്ടവനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നിങ്ങളോട് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ നടപടിയെടുത്തത്? ആ തെളിവുണ്ടെങ്കിൽ നീ പുറത്തുവിട്, പോലീസുകാർക്ക് കൂട്. തെറ്റുകാരനാണെങ്കിൽ അയാൾ അകത്ത് പോട്ടെ, ഞങ്ങൾ ഒന്നടങ്കം അതിനെ സപ്പോർട്ട് ചെയ്യും. അയാൾ തെറ്റുകാരനാണ്
എന്ന് സ്ഥാപിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നീ കൊണ്ട് പോലീസുകാർക്ക് കൂട്, എന്നിട്ട് അവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്തിട്, എന്നിട്ട് സംസാരിക്കുന്ന നിലപാടിനെ കുറിച്ച്. ഒന്നുമില്ലാതെ ഈ തേൻകണി ഉണ്ടാക്കിയിട്ട് പിണറായിയുടെ ജട്ടി വിപ്ലവത്തിന്റെ കമ്മീഷൻ മേടിച്ചിട്ട് നാണം കെട്ടവനെ നീ നിന്ന് എന്ത് ന്യായീകരണമാണ് പറയാൻ പോകുന്നത്? നിന്റെ PR ഏജൻസിയാണ് ഇത് ചെയ്തത് എന്ന് ഇവിടുത്തെ സകല നാട്ടുകാരും അറിയണം. അതാ ഈ പ്രസ്ഥാനം ഇത് ഏഷ്യാനെറ്റ് അല്ല, ഇതൊരു വേശ്യാനെറ്റായി മാറി. ഇവന്റെ പൈസ മേടിച്ചിട്ട് ഇവനെ ന്യായീകരിക്കാനുള്ള കുറെ PR ആളുകൾ ഇന്നലെ അന്തിച്ചർച്ച നടത്തി. അത് ഇവർക്ക് യാതൊരു വിശ്വാസതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാർ പണം മേടിച്ചിട്ട് ഈ VD സതീശൻ എന്ന് പറയുന്നതിന്റെ ഈ വലിയ കോടികൾ പിണറായിക്ക് മൂന്നാം വട്ടവും വരുവാനുള്ള അവസരം ഒരുക്കിയ ഈ ക്യാമ്പയിന്റെ അഡ്വാൻസ് മേടിച്ചതിന്റെ വിഹിതം പറ്റിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ അതൊട്ടും അതിശോക്തിയാകില്ല. ഈ നാണംകെട്ട മാധ്യമത്തിലൂടെ അവന്മാർ ഇന്നലെ ഇതിനൊരു മുന്നൊരുക്കമുണ്ടാക്കി. ജനങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ ഇപ്രകാരം ഇതൊരു നിലപാടിന്റെ അപ്പോസ്തോലനാണ്. ഇത് കൂട്ടായിട്ടെടുത്ത ഒരു തീരുമാനമാണ്. അപ്രകാരം ഒരു തീരുമാനമെടുത്ത ആളെ സംഘടിതമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇവന്മാരൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന ഒരു മാധ്യമത്തിലൂടെ PR വലിയ അത് എത്ര കോടിയാണ് കൊടുത്തതെന്ന് അത് മാധ്യമമാണ് വെളിപ്പെടുത്തേണ്ടത്. അങ്ങനെ പണം മേടിച്ച് ഈ നാണം കെട്ടവന് വേണ്ടി സ്തുതി പാടുന്ന ഒരു പ്രൈം ടൈമിൽ ചർച്ച നടത്തിയ ഇത് ഏഷ്യനെറ്റ് അല്ല, ഇതൊരു വേശ്യനെറ്റ് ആണെന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ഇവന്മാരുടെ വാക്കുകളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. ഇവന്മാർക്ക് വേണ്ടുന്ന പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുവാനുള്ള ഒരു ഇൻസ്ട്രുമെന്റായി ഈ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞു. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ VD സതീശ, നിങ്ങൾ പറയേണ്ടുന്നത് തെളിവെന്താണ്? ഇവന്മാർ ഇപ്പോൾ ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. കാരണം അണികളെയും മറ്റു ആളുകളെയും ഒക്കെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പണിയാ ചെയ്തതെന്ന് ഇവന്മാര് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി അത് ജനങ്ങളുടെ ഇടയിൽ പ്രദർശിപ്പിക്കാൻ, അണികളെ ബോധ്യപ്പെടുത്താൻ അവർ മറ്റൊന്നുമല്ല ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു ആഭാസനാണ് എന്ന് ഇവന്മാർക്ക് സ്ഥാപിക്കാൻ, ഇവർ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ക്യാമ്പയിനാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. ഇടതുപക്ഷ സർക്കാർ എന്ത് ശാസ്ത്രീയമായി അവര് മൂന്നാം വട്ടം വരുവാൻ വേണ്ടി എന്തൊക്കെ പണികളാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാണിച്ചു. ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ ഒരു ബഫൂണായി ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ബഫൂണ് മൂന്നാം വട്ടവും ഇടതു സർക്കാർ എന്ന് നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ആ ചർച്ചയിൽ പോയി ഈ പൊട്ടൻ ഈ ബഫൂൺ അവിടെ പോയിരുന്ന് മണ്ടനായി ഇളിഫിനായി തിരിഞ്ഞു വന്ന് അതിന് സാക്ഷ്യം വഹിച്ച് കൈയടിച്ചു പോന്നു. മൂന്നാമതും വരും എന്ന് ഇയാൾ പറയാതെ പറഞ്ഞു പോന്നു. ഇപ്പോൾ കാണുക എന്തൊക്കെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു, എന്തൊക്കെ PR ആക്ടിവിറ്റീസ് നടത്തുന്നു. അതിനെ ഒന്നും എതിർക്കാൻ പറ്റാതെ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, CPIയുടെ സമ്മേളനം നടക്കുകയാണ്. ആ CPI സമ്മേളനത്തിൽ അവർ തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെ ഈ VD സതീശൻ എന്ന് പറയുന്ന മൊണ്ണയുടെ റോളാണ് സത്യം പറഞ്ഞാൽ CPI നേതാക്കൾ എടുത്തത്. അവര് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിച്ചോ? സർക്കാരിന്റെ നയങ്ങളെ നഖശികാന്തം അവർ എതിർത്തു. സർക്കാരിന്റെ ഓരോ പോളിസികളെയും പ്രതിപക്ഷം എതിർക്കുന്നതിനേക്കാളും ശക്തമായിട്ട് അവർ എതിർത്ത് വന്നു. അപ്രകാരം ഒരു സ്വരം പോലും ഈ നാണംകെട്ട ഈ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് കതറിട്ട് നടക്കുന്ന, കേക്ക് തിന്നാൻ നടക്കുന്ന, വല്ലവന്റെയും ചട്ടി പെറുക്കാൻ നടക്കുന്ന ഈ കൂട്ടിക്കൊടുപ്പുകാരൻ കാണുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവൻ എങ്ങനെ ഈ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് ഇവനെ എന്തിനാണ് ജനങ്ങൾ സഹിക്കുന്നത്? ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രസ്ഥാനത്തെ തൂക്കി വിറ്റ ഇവനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു, ഒസാമ ബിൻ ലാദനെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ കഴിഞ്ഞ 25 വർഷം കൊണ്ട് പിണറായി വളർത്തിക്കൊണ്ടുവന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് ഇവൻ. ഇവന്റെ ചോറ് കോൺഗ്രസിലും കൂർ അവിടെയുമാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. അവൻ അഡ്വാൻസ് മേടിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇത് ഒരു ദിവസം കൊണ്ട് ഈസിയായിട്ട് ഇവന്റെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഈ പണി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഇവന്റെ ആ ഒരു ഒറ്റ ആട്ടിലൂടെ തീരാവുന്ന ഒരൊറ്റ സാധനമുള്ളായിരുന്നു ഈ വിഷയം. പോയി പണി നോക്കടാ എന്ന് പറയാവുന്ന ഒരു സാധനമുള്ളായിരുന്നു. അതിനെ തീർക്കാതെ സോൾവ് ചെയ്യാതെ ഇവൻ ഇലയുവാട്ട് നിൽക്കുക. ഉമിത്തി പോലെ ഈ വിഷയം കത്തി 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 നീറി നിൽക്കണം എന്നുവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരെ ഇതിനെ അങ്ങനെ നീറി ഓരോ ജംഗ്ഷനിലും എത്തിക്കുമ്പോൾ ഇതിനെ ആംപ്ലിഫൈ ചെയ്യുവാനുള്ള ഓരോ സാധനങ്ങളും ഇട്ടിട്ട് ഇവന്മാർ നിൽക്കുകയാണ്. ഇവന്മാരുടെ സിൻഡിക്കേറ്റ് ചാനലുകൾ ഒരു കളക്റ്റീവ് വർക്കാണ്. ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുസജ്ജമായ PR സേനയുണ്ട്, അവരുടെ ബിനാമി ചാനലുകളുണ്ട്, അവരുടെ പെയ്ഡ് ചാനലുകളുണ്ട്, അവരുമായിട്ട് സഖ്യമുണ്ടാക്കിക്കുന്ന സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, ഇവരുടെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഈ VD സതീശൻ എന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരനാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവൻ ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ജനങ്ങൾ മനസ്സിലാക്കണം.
ഇത്രയും പൊതുജനവികാരം എതിരെയായിട്ടുള്ള ഇത്രയും പൊതുജനവികാരം, അതായത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ആ കടുത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടറിനെ ഒരാഴ്ച കൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത് 0 ലെവലിലേക്ക് എത്തിച്ച, ഇതിനേക്കാളും ഭേദം പിണറായി എന്ന ഒരു നറേറ്റീവിലേക്ക് എത്തിക്കുവാൻ സാധിച്ച അത്രയും ഗ്രാവിറ്റിയുള്ള ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ച് കുലുക്കാവുന്ന, അവന്റെ എത്ര കഠിന ഹൃദയന്റെയും മനസ്സിനെ ആർദ്രമാക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരൊറ്റ വിഷയം പോലും ഈ 10 കൊല്ലത്തിനുള്ളിൽ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വിഷയമാണ്. കാരണം അത്രത്തോളം വൈകാരികമായ ഒരു ഇത് ജനങ്ങളിനെ എടുത്തു കഴിഞ്ഞു. i2 ന്യൂസ് കഴിഞ്ഞ 17 ദിവസം മിഷൻ 60 എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞ 17 ദിവസമായി ഞങ്ങൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഈ വിഷയത്തിന്റെ പിന്നിൽ നിൽക്കുവാൻ കാരണം ഇതൊരു പെണ്ണ് പിടിച്ച കേസോ രാഹുൽ മാങ്കൂട്ടം എന്ന ആളുടെ ഗർഭചിത്രത്തിന്റെയോ അല്ലെങ്കിൽ അവനെ സ്മാർത്ഥ വിചാരം ചെയ്യുവാനുള്ള അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ ഈ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത വലിയ ഒരു സ്കാമാണ് നടന്നേക്കുന്നത്. ഭരണം പിടിക്കുവാൻ, മൂന്നാമതും ഭരണം പിടിക്കുവാൻ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ കഴിഞ്ഞ 2 വട്ടം കഴിഞ്ഞ 10 വർഷക്കാലം ഗാലറിയിൽ ഇരുത്തിയ ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ പിമ്പ് തന്നെയായിരുന്നു അന്നും ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിലുള്ള പടപ്പുറപ്പാട് നടത്തി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നലെ ഞങ്ങൾ ആ വിഷ്വൽ കണ്ടു. i2 ന്യൂസിന്റെ ഓരോ ദിവസങ്ങളിലെയും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധമുണ്ടാക്കിയത് അന്നത്തെ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തിന് എടുത്ത് കുത്തുവാനുള്ള ആയുധങ്ങൾ നൽകുന്ന ആംസ് ആൻഡ് അമ്യുനേഷൻസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടിക്കുള്ളിൽ പടയൊരുക്കിയ ഈ നാണം കെട്ടവനായിരുന്നു അന്നും ഇവർക്ക് കുത്താനുള്ള ആയുധങ്ങൾ എടുത്തു നൽകിയത്. ഇന്നും അതുപോലെ സമാനമായ ഒരു തുടർഭരണത്തിന് സാധ്യതയുണ്ടായിരുന്നതിനെ നശിപ്പിച്ച ആ വി.ഡി. സതീശൻ ഇന്നും ഇതാ ഈ 10 കൊല്ലം കൊണ്ട് ശ്വാസം മുട്ടി ഇവിടെ ജനങ്ങൾ നിൽക്കുമ്പോൾ വീണ്ടും ആ പിണറായിയാണ് ഇവന്മാരെക്കാളും ഭേദം എന്ന ഒരു നറേറ്റീവിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇവന്റെ നാണം കെട്ട ഒരു പിമ്പിന്റെ നിലപാടുമായിട്ട് ഇവൻ വീണ്ടും വന്ന് നിൽക്കുകയാണ്. ജനങ്ങളെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം ഇതൊരു പെണ്ണ് വിഷയമല്ല, ഇത് 10 കൊല്ലം ഭരിച്ച ഒരു പ്രസ്ഥാനം, ഒപ്പോസിഷനിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെ മൊത്തത്തിൽ വിലക്കെടുത്ത് ടൂളാക്കിയ ശാസ്ത്രീയമായി എങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഈ കള്ളൻ കേരളത്തിലെ ജനങ്ങളെ ഇവൻ കൂട്ടിക്കൊടുത്തു, ഇവൻ വിറ്റു, ഇവൻ കമ്മീഷൻ മേടിച്ചു, എന്നിട്ടും നാണം കെടുത്ത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇവൻ വെച്ച് വില പേശുന്നു. ഇനി ഞങ്ങൾക്ക് പറയുവാനുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഫോണിൽ കൂടി പോലും ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരന്മാരും പിതാക്കന്മാരും സഹോദരങ്ങളും നിങ്ങളെ ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു കൂടപ്പുറപ്പിനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്ന ആ സത്യം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആ ഒരു സന്ദേശം, ആ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നൊരു ടാസ്ക് മാത്രമാണ് i2 ന്യൂസ് എടുത്തേക്കുന്നത്. അല്ലാതെ ഇത് ആരുടെയും ഒരു കൊട്ടേഷനോ ആരെയെങ്കിലും തകർക്കാനോ ആരെയെങ്കിലും അനുകൂലിക്കാനോ ഉള്ള ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സിന്റെയോ PR-ന്റെയോ ഒന്നും ഭാഗമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു നഗ്നമായ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനകത്ത് മറ്റൊരു പൊളിറ്റിക്കൽ അജണ്ടയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, i2 ന്യൂസിലൂടെ പ്രതികരിക്കുന്ന ഒരു 90% ജനങ്ങളും എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാവുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെതായ ചില ചപലതകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് തെറ്റുപറ്റി പോകാം, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പുണ്യവാനാണ്, നിങ്ങൾ പരിശുദ്ധനാണ്, നിങ്ങൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, നിങ്ങൾ 100% ഇന്നസെന്റ് ആണ് ആരും വിശ്വസിക്കുന്നില്ല. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ്, നിങ്ങൾക്കൊരു പക്ഷേ തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതും. ഈ നാളിതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തി മുന്നോട്ട് വന്ന് ഞങ്ങൾ കണ്ട ഒരു രാഹുലിന്റെ ഒരു ആർജവത്തോടെ വന്ന് നിങ്ങൾ ഒരു ന്യായീകരണം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ വീട്ടിൽ കയറി കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ
ഒരു വീഡിയോ ഇറക്കിയത് കണ്ടു. അദ്ദേഹം തന്നെ പറയുന്നു അത് വാട്സാപ്പിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പോലും അറിയാതെ റെക്കോർഡ് ചെയ്തത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ ഞാനത് പുറത്തു വിടുകയാണ് എന്നും പറഞ്ഞാണ് അദ്ദേഹം വിട്ടത്. അത് രാഹുൽ ഈശ്വർ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ നമ്മൾ അഭിനന്ദിക്കുന്നു. അദ്ദേഹം രാഹുൽ ഈശ്വറും തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളാണ്. അതിനെ ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം പക്ഷേ ഈ നല്ല ഉദ്ദേശത്തോടു കൂടി വിട്ട ഈ സന്ദേശം ഒരുപക്ഷെ ചിലവരെയെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം. കാരണം അതിലൂടെ പറയുന്നു എത്രത്തോളം ട്രോമയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അതിനായി അദ്ദേഹം മരുന്നുകളെ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും മന്ത്രിസഭയിലേക്ക് പോകുക എന്നുള്ളതല്ല, എനിക്ക് വീടിന് പുറത്തേക്ക്, എൻ്റെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുക എന്നൊരു ആഗ്രഹത്തിലാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വൾണറബിൾ കണ്ടീഷൻ വിവരിക്കുന്നത് കേട്ടപ്പോൾ ഈ ചെകുത്താന്മാർക്ക്, ഈ രക്തം കുടിക്കുന്ന ട്രാക്കുളകൾക്ക് സന്തോഷമാണ് ഉണ്ടായത്. അന്നേരം നോക്കുക, അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതിനേക്കാളും ഇന്റൻസിഫൈ ചെയ്യുന്ന രീതിയിൽ ഇവൻ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നവൻ അവൻ പണ്ടാറമടങ്ങണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവന്മാർ അതിലും ശക്തമായ ആരോപണം മരമുറി കള്ളന്മാർ ഉയർത്തിവിടുന്നു. അതിനേക്കാളും കടുത്ത നടപടിയുമായി വി.ഡി. സതീശൻ ഇറങ്ങി വരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കണം, ഇവന്മാർ ആഗ്രഹിക്കുന്നത് ഇവന്റെ നന്മയല്ല, ഇവൻ തിരിച്ചു വരവ് ഇവന്മാർ ആഗ്രഹിക്കുന്നില്ല, ഇവനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്രയും കടുത്ത വാശിയോടുകൂടിയാണ് ഈ കൂട്ടുകൊടുപ്പുകാരൻ, ഈ പിമ്പ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അന്തകനായ ഈ കെ സതീശൻ ഇവൻ ചെയ്യുന്നത്. ഇവൻ എന്തെങ്കിലും ഒരു മാനുഷികമായ എന്തെങ്കിലും ഒരു പരിഗണനയോ മൂല്യമോ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അത് കേട്ടെങ്കിലും ഇവനൊന്ന് അടങ്ങുമായിരുന്നു, ഇവനൊന്ന് ക്ഷമിക്കുമായിരുന്നു. പക്ഷെ ഇവൻ ക്ഷമിക്കാനോ അടങ്ങാനോ അല്ല. കാരണം ആയിരക്കണക്കിന് കോടി മേടിച്ചേക്കുകയാണ് അവൻ. അതിൻ്റെ ത്രില്ലിലാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ പരിപാടി പാളിപ്പോയാൽ ആ പൈസ തിരികെ കൊടുക്കേണ്ടി വരും. ഇവന്റെ പേടി എന്താണ്? ഇത് ദിവസം കഴിഞ്ഞു പോയാൽ ഇതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. ഇവന് ഒരു ഇരയുടെ പരിവേഷം കിട്ടി, ജനങ്ങൾ ഇവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പണി പാളും. അതിനു മുമ്പ് ഇവനെ പരിച്ഛേദം, ഇവനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവന്മാർ ഇത് പോകുന്നത്. ഒന്നെങ്കിൽ രാഹുൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ രാജിവെച്ച് ഇവന്മാർക്ക് എഴുതി കൊടുക്കണം, ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാവില്ല, ഞാൻ വനവാസത്തിന് പോവുകയാണ് എന്ന് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ ഇവൻ അടങ്ങൂ എന്ന രീതിയിലാണ് ഇവൻ പോകുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് രാഹുലിനോട് പറയുവാനുള്ളത്, ഇറ്റ്സ് എ ഹൈ ടൈം യു ഷുഡ് കം ഔട്ട്. നിങ്ങൾ പുറത്തു വരണം. ഇത്രയും ദിവസമായി ഇനി നിങ്ങൾ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്യൂഡോ, നിങ്ങൾ ഓവർ ഇമേജ് കോൺഷ്യസ് ഒന്നും ആവണ്ട. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നിങ്ങൾക്കുണ്ടാവുന്ന വേഴ്സ്റ്റ് കേസ് സിനാരിയോ തിങ്കിങ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വേഴ്സ്റ്റ് കേസ് എന്ത് സംഭവിക്കും? വേഴ്സ്റ്റ് കേസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇനിയും ഒന്നും സംഭവിക്കാനില്ല. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇനി എന്താ കേൾക്കാനുണ്ട്? ഇനി എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ട്? സോ നിങ്ങൾ ആ ഒരു 0 പോയിന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും പോകാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. 99% ജനങ്ങളും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് വരിക. നിങ്ങൾ തലനാരി ഇഴകേറി വലിച്ചു പറിച്ചൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരു വാക്ക് പറയുക, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു യുവാവാണ്, എനിക്കും എല്ലാ വികാര വിചാരങ്ങളുള്ള ഒരു പുരുഷനാണ്, എനിക്കും സാധാരണ പുരുഷന്മാർക്ക് തോന്നുന്ന വികാര വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്തരം ബന്ധങ്ങൾ എനിക്ക് ആസ് യൂഷ്വൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എൻ്റെ പ്രവർത്തനത്തെയോ എൻ്റെ പ്രസ്ഥാനത്തെയോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല. അന്നേരം ഞങ്ങൾ തമ്മിലുള്ള ചില ആശയ സംഭവങ്ങളെ ഇത് ചിലർ മുതലാക്കി. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാവുന്നതിനെ നിങ്ങളൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചങ്കൂട്ടത്തോടെ വന്ന് പുറത്ത് നിങ്ങളൊന്ന് പറയുക. നിങ്ങളെ ജനങ്ങൾ ഇത്രയും കാലം ചേർത്ത് പിടിച്ചതിനേക്കാളും നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളത് തുറന്നു പറയുക. ഒന്നും മറച്ചു വെക്കാനില്ല. ഈ പറഞ്ഞ പോലെ അങ്ങനൊന്നും ജനങ്ങളുടെ അയവാഷ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സംഭവിച്ചു ആ സംഭവിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന ഉത്തമ ബോധ്യത്തോട് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ തന്നെ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ
ഈ കാട്ടാളന്മാർക്ക് ആക്രാന്തം കൂടി പോയി. കാശ് മേടിച്ച് തിന്നതിൻ്റെ ആ ആവേശത്തിന് ഇവന്മാർ യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെ കൈയടക്കവും പാലിക്കാതെ ഇവന്മാർ നിങ്ങളെ കൊല്ലാനായിട്ട്, അതായത് ഇത്തരം സംവിധാനങ്ങൾ കൂടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർത്തുന്നു, അതിനനുസരിച്ച് ഇവന്മാർ പദ്ധതി ഉണ്ടാക്കുന്നു. ഇതാരും തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഈ കള്ള ചാനലുകാരന്മാർക്ക് എക്സ്ക്ലൂസീവ് അടിക്കാൻ വേണ്ടിയുള്ള ടൂളുകൾ ഇട്ട് കൊടുക്കുന്നു. അവന്മാർ ആ സാധനം കത്തിക്കുമ്പോൾ തന്നെ അടുത്ത ദിവസം നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നു, നിങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തു നിന്ന് നീക്കം ചെയ്യുന്നുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ MLA സ്ഥാനം രാജിവെപ്പിക്കാമെന്ന് ഇവന്മാർ കരുതി, പക്ഷെ അത് നടന്നില്ല. നിങ്ങളെ പ്രാഥമിക അംഗത്തിൽ നിന്നല്ല, ആദ്യമേ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ആളി കത്തിച്ചിട്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് ആ ശല്യം എന്നേക്കുമായി തീർത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് ഇവന്മാർ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി. പക്ഷെ അത് പൊളിഞ്ഞതെവിടാണ്? സാധാരണഗതിയിൽ കൊലപാതകം നടത്തി സ്വന്തം അപ്പനെയും അമ്മയും കൊന്നു എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആളുകൾ ക്ഷമിക്കും, അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാവും എന്ന് പറയും. പക്ഷേ ഒരു പെണ്ണ് കേസ് ചാർത്തി കൊടുത്താൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് കേസിൽപ്പെട്ടു ഒരു ആരോപണം വന്നാൽ പോലും അവനെ പിന്നെ പുഴുത്ത പട്ടിയേക്കാളും വെറുത്ത് കളയും. ഒരു കൊലപാതകിക്ക് പോലും ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ ഒരു കരുണ കാണിക്കും. പക്ഷേ ഒരു പെണ്ണ് കേസിൽപ്പെട്ടു എന്ന് ഒരു സ്ത്രീ ആരോപിച്ചു കഴിഞ്ഞാൽ ആരും കൂടെ നിൽക്കത്തില്ല. ഈ ഇഷ്യയിലും അത് തന്നെയാണ് സംഭവിച്ചത്. രാഹുലിനെതിരെ ഇവന്മാരോർത്തു ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആരോപണം. കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ടെററായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 99% എനിമികളായിരിക്കും. കാരണം കൂടെ നിൽക്കുന്നവർക്ക് പോലും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ അഗ്രസീവായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും പലർക്ക് പോലും കൂടെ നിൽക്കുന്നവർക്ക് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിമിറ്റി ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവർക്ക് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുതയുണ്ട്. ഇദ്ദേഹത്തെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് കാണുന്ന ഈ അസൂയ മൂത്ത നേതാക്കന്മാരുണ്ട്. പിന്നീട് ശക്തമായിട്ട് ഇദ്ദേഹം ആക്രമിക്കപ്പെടുന്ന പ്രതിപക്ഷ നേതൃത്വ നിരയിലുള്ള ആളുകളുണ്ട്. അന്നേരം എന്തുകൊണ്ടും 90% എനിമികളായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നാൽ പോലും അത് എല്ലാവരും അത് ഏറ്റെടുക്കാൻ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും. ചുമ്മാ ഒരു സാധനം അങ്ങ് വീശിയിട്ട് കൊടുത്താൽ മതി, എല്ലാവരും അത് ഏറ്റെടുത്ത് അതിനെ ബിൽഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് ആക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിനും അത് തന്നെയാണ് സംഭവിച്ചത്. അതിനെ ഏറ്റെടുത്തു. പക്ഷേ ഇവരുടെ കാൽക്കുലേഷൻ പാളിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറിട്ട ശബ്ദമായി ഞങ്ങൾ രാഹുലിന് ഒപ്പം നിൽക്കുകയല്ല, ഞങ്ങൾ ഇവരുടെ കൂടെ ഒഴുക്കിനൊത്ത് ഞങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു നറേറ്റീവിന് പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങൾ നിന്ന് ചോദ്യം ചെയ്തു. ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടു. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി, ദൈവമേ ഇതാണല്ലോ സത്യം, ഇവനെ ക്രൂശിക്കുകയായിരുന്നല്ലോ, ഇതിന്റെ മുന്നിൽ കൃത്യമായി ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടല്ലോ. ഈ 17-ാം ദിവസം നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 17-ാം ദിവസം മിഷൻ 60 നമ്മൾ തുടങ്ങി, നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർ എന്തുകൊണ്ട് ഉള്ളി പൊളിക്കുന്ന പോലെ ഈ ആരോപണം തകർന്ന് തരിപ്പണമായി വീഴുന്നത്, ചാമ്പലായി വീഴുന്നത് കണ്ടിട്ടും ഇവന്മാർ ഒരു പടി പോലും അയയാതെ വീണ്ടും ഇവന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പ്രീ പ്ലാൻഡ് ക്യാമ്പയിൻ ആയിരുന്നു. ഇവനെ മുന്നിൽ നിർത്തി പിണറായി സർക്കാരിന് മൂന്നാമതും വരാനുള്ള ജട്ടി വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു, അതിന്റെ പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കണ്ടത്. അത് ഒരു കാരണവശാലും അത് തടയപ്പെടാൻ പാടില്ല. അത് യാത്ര തുടങ്ങിയാൽ അതിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ ഈ ഷോ കണ്ടിന്യൂ ചെയ്തു പോകണം. ഇതിനൊരു ഇന്ററപ്ഷനും വരാൻ പാടില്ല, ഇതിനൊരു തടസ്സവും പാടില്ല. ഇതിന് സഹായം കൊടുക്കുന്നത് ആരാണ്? എല്ലാം മേളിലിരുന്ന ഒരാൾ ഇതിന് വേണ്ടുന്ന എല്ലാ സഹായവും കൊടുക്കുന്നുണ്ട്. ഈ ചുളിയോറ് വാരിധാര, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ ചതീശൻ, ഈ ഒതുക്കീശൻ, ഈ പിമ്പ്, ഈ കൂട്ടിക്കൊടുപ്പുകാരനാണ് ഇതെല്ലാം ചെയ്തത്. അവസാനം നാറി കൈപൊള്ളും, ഇത് പൊള്ളി, ഈ വിഷയത്തിൽ ഇടപെട്ടുന്നവന്മാർക്കെല്ലാം കൈപൊള്ളും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്ത് മൗനാനുവാദം കൊടുത്ത എല്ലാവന്മാരും മാറി നിൽക്കുക. ഇപ്പോൾ കളത്തിൽ ഈ ഒതുക്കീശൻ മാത്രമേ ഉള്ളൂ. നാളെ കൊണ്ട് സ്പീക്കർക്ക് ലെറ്റർ കൊടുക്കണേലും വേറെ ഒരുത്തന്റെയും കൈ പൊങ്ങത്തില്ല. ഈ നാണം കെട്ട പിമ്പ് തന്നെ അത് കൊണ്ട കൊടുക്കും. അങ്ങനെ എല്ലാം തിരക്കഥ, സംഭാഷണം, സംവിധാനം, സംഘടനം, വധശിക്ഷ വരെ ഇവൻ തന്നെ ചെയ്യുന്നു. ജനങ്ങളെ, ഈ കൂട്ടിക്കൊടുപ്പുകാരനെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ നേതാവല്ല, ഇവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അടിവേരറക്കുന്ന നാണം കെട്ടവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവനെ വിടാൻ പാടില്ല. രാഹുലിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, രാഹുലെ, ഇത്രയും ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു. 15-ാം തീയതി നിങ്ങൾ നിയമസഭയിൽ വരണം. നിങ്ങൾ ഒരുത്തനെയും പേടിക്കാൻ പാടില്ല. നിങ്ങൾ വീണ്ടും വീട്ടിലിറങ്ങുന്ന പുറത്തിറങ്ങാതെ നിങ്ങൾ കട്ടിലിനടിയിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പണിക്ക് പറ്റിയവനല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരൊറ്റ ജനങ്ങളും ശബ്ദിക്കത്തില്ല.
ഒരു നാണം കെട്ട അധ്യായമായി മാറും. അന്നേരം അപ്രകാരം ഒരു അധ്യായമായി മാറുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം രാഹുലിന്റെ ആ വീറും വാശിയും ആ ഇതോടെ നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നാണം കെടാനില്ല, നഷ്ടപ്പെടാനില്ല. നിങ്ങൾ പുറത്തേക്ക് വരണം. നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ജനകോടികൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, കൂടെ നിൽക്കും. പക്ഷേ നിങ്ങൾ നിയമസഭയിൽ കയറാതെ നിങ്ങൾ മാറി നിന്നാൽ 15-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചോണം നിങ്ങളുടെ ജീവിതത്തിന്റെ നാശം 15-ാം തീയതി ഒരു ദിവസം നിങ്ങൾ രേഖപ്പെടുത്തും. ആയുഷ്കാലം നിങ്ങൾ പിന്നെ പൊളിറ്റിക്കലി നിങ്ങൾ പിന്നെ പൊങ്ങൂല. ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ആ അവസ്ഥ ഉണ്ടാകണോ വേണ്ടയോ എന്ന് രാഹുൽ തീരുമാനിക്കുക. ഇവിടുത്തെ ജനങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ വഞ്ചിക്കലാണ്. കാരണം ആ ഒരു പ്രതീക്ഷയാണ്, അത്രയും പേരുടെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വരുന്ന 15-ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അന്ന് നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ചുരുണ്ടുകൂടി അട്ട ചുരുളുന്ന പോലെ കിടക്കരുത്. നിങ്ങളൊരു പടക്കുതിരയെ പോലെ നിങ്ങൾ ഇറങ്ങി വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നും ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇവന്മാരുടെ അഡ്രസ് ഇല്ലെങ്കിൽ പോലും, ഈ കോൺഗ്രസ് അല്ലെങ്കിൽ MLA എന്നൊരു ലേബൽ നിങ്ങളുടെ നെറ്റിയിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനേക്കാളും മികച്ച ഒരു ലേബൽ ഇവിടുത്തെ ജനങ്ങൾ ചാർത്തി തരും. അതിന് നിങ്ങൾ ധൈര്യം കാണിക്കണം. ആ വികറോടുകൂടി നിങ്ങൾ ഇറങ്ങി വരണം. ഇതൊന്നും എന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം വന്നത്. അന്നേരം അതുകൊണ്ട് ഇത് വരാനും പോകാനും ഒന്നും അധികം താമസം വേണ്ട. ഇത് ചിലപ്പോൾ ഒരു നല്ല തുടക്കത്തിനായിരിക്കാം. നിന്നെ ഇവന്മാർ തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തെ ഇവന്മാരെ നിന്റെ കാൽച്ചോട്ടിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു അവസരം ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കി തരും. അന്നേരം ഓപ്ഷൻ ഈസ് വിത്ത് യു. ഞങ്ങൾക്ക് ഇത്രയും പറയുവാനേ സാധിക്കത്തുള്ളൂ. കൈപിടിച്ചോ നിർബന്ധിച്ചോ ചെയ്യിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങിയ ക്യാമ്പയിൻ മിഷൻ 60 കണ്ടിന്യൂ ചെയ്യും. രാഹുൽ 15-ാം തീയതി നിയമസഭയിൽ എത്തുമെന്നാണ് വിശ്വാസം. എത്തിയില്ലെങ്കിൽ രാഹുലിന് വേണ്ടിയുള്ള ശബ്ദം ഞങ്ങൾ 15-ാം തീയതിയോട് നിൽക്കും. പക്ഷേ ഇവന്മാരെ വെറുതെ വിടില്ല. മിഷൻ 60 കണ്ടിന്യൂ ചെയ്യും. മിഷൻ 60 കണ്ടിന്യൂ ചെയ്ത് മിഷൻ 210 കണ്ടിന്യൂ ചെയ്യും. അതിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കൂട്ടിക്കൊടുപ്പുകാരനെ, ഈ പിമ്പിനെ, ഇവനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ഈ കള്ളക്കമട്ടത്തിന് കൂട്ടുനിന്ന ഈ കള്ളന്മാരെ തീർക്കുന്നത് വരെ. ഇവിടെ മറ്റൊരു ഭരണ സംവിധാനം വരുന്നത് ഇവന്മാർ എന്തിനു വേണ്ടിയാണോ ഈ കൂട്ടിക്കൊടുപ്പ് പണി ചെയ്തത്, ഇവന്മാരെ ഈ രാജ്യം കടത്തുന്നത് വരെ നമ്മൾ ആ ക്യാമ്പയിൻ നമ്മൾ തുടരും. സേവ് കേരള മൂവ്മെന്റിന്റെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമാക്കും. ആ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുവാൻ, ഇവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ, ഈ നാറിയ പാർട്ടിസാൻ പൊളിറ്റിക്സിനും ജാതി മത രാഷ്ട്രീയാധിഷ്ഠിതമായ ഈ നാറിത്തരങ്ങൾക്കും ഒരു അറുതി വരണമെങ്കിൽ, ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ആരെയും ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ, അതിനൊരു പാത വെട്ടിത്തരുന്ന ജനാധിപത്യത്തിന്റെ കാവലാളായി മാറുന്ന ഒരു സംവിധാനമായി സേവ് കേരള മൂവ്മെന്റിന്റെ ഒരു അംഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അത്തരം ഒരു പ്രസ്ഥാനവുമായി മൂവ്മെന്റുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ പറയുന്ന മിഷൻ 60ക്ക് അവസാനമാകില്ല. 15-ാം തീയതി എന്ന് പറയുന്നത് നമ്മളൊരു ജംഗ്ഷൻ പോയിന്റിൽ എത്തുകയാണ്. ആ ജംഗ്ഷനിൽ ഇത്രയും ദിവസം രാഹുലിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. രാഹുലാണ് ഇനി തീരുമാനിക്കേണ്ടുന്നത് രാഹുൽ പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന്. രാഹുൽ വന്നാൽ രാഹുലിനോടൊപ്പം എല്ലാവരും ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ രാഹുലിന് ഈ അവസരമുണ്ടാക്കിയ, രാഹുലിനെ ഇതേപോലെ പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഇവന്മാരെ നമ്മൾ ഈ ഭൂമിക്ക് മേളിൽ ഇനി ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഇവന്മാരെ മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. ജനങ്ങൾ അത്രത്തോളം ജാഗരൂകരായിരിക്കുകയാണ്, അത്രയും കരുതലോടുകൂടി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസവും, സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം കെട്ടടങ്ങും. എന്നാൽ ഇന്നും ഇത് ഉമ്മത്തി പോലെ നീറി ഓരോ ദിവസവും ഇത് ആളിക്കത്തി ഇതിന്റെ ഹീറ്റ് വ്യാപിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആ ഒരു ശക്തി നിങ്ങൾ തിരിച്ചറിയണം. ഈ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന നാണം കെട്ടവന്മാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശമായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഇതിനിടയ്ക്ക് പല ആരോപണങ്ങൾ ഉണ്ടാവാം. നീ ആയിരക്കണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയാം, പോക്സോ കേസ് നിന്റെ പേരിൽ ഉണ്ടാവാം, നീ ഭൂലോക തരികടയാണെന്നും സാമ്പത്തിക തട്ടിപ്പുകാരനുമാണെന്ന് പറയാം, എന്തൊക്കെ ആരോപണങ്ങൾ നടത്താമോ എല്ലാം ഉണ്ടാവാം. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും സൂര്യൻ കിഴക്കുദിച്ചാൽ 15-ാം തീയതി നേരം പുലർന്നാൽ നിയമസഭയിൽ നീ ഉണ്ടാവണം. ആ വരാനുള്ള ആർജവം കാണിക്കണം. അപ്രകാരം വന്നാൽ ഇവിടുള്ള ജനങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാവും. ഇവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ മികച്ച സന്ദേശം എന്ന് പറഞ്ഞാൽ താങ്കളുടെ ആ വരവാണ്. അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് ഇവന്മാർ എന്ത് നാറിയ തരം കാണിച്ചാലും 15-ാം തീയതി വരണം എന്ന് മാത്രം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വരുമെന്ന പ്രതീക്ഷയോടുകൂടി i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു.
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. കെ സുധാകരൻ്റെ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ മടയിൽ തന്നെയായിരുന്നു ആയിരുന്നിടത്തോളം കാലം, നാട്ടിലുണ്ടായിരുന്നിടത്തോളം കാലം ആ മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം പ്രവർത്തിച്ച് നല്ലൊരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ അന്നും ഇന്നും ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ കോൺഗ്രസിലെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ പുച്ഛം തോന്നുവാണ്. ശരിക്കും വളരെയധികം പുച്ഛമാണ് തോന്നുന്നത്. അത് ഒരാളോടൊന്നല്ല, ഈ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരോടും. കാരണം രാഹുലിൻ്റെ ഇഷ്യൂവിൽ ഒരാൾക്കെങ്കിലും മാന്യമായി വിളിക്കാമായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു 2-3 പേരോട് അഭിപ്രായം പറയാനുണ്ട്. ആദ്യമായിട്ടൊന്ന് സുനിലിനോടാണ്. സാധാരണക്കാരൻ്റെ ശബ്ദമായിട്ട് സാധാരണക്കാരന് പറയാനൊരു വേദി ഉണ്ടാക്കി കൊടുത്തതിൽ സുനിലിന് ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്. കാരണം എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവില്ല. അത് ചെറിയവനായാലും വലിയവനായാലും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊരു വേദി സുനിൽ മാത്രമാണ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സുനിലിന് എന്താണേലും ഇങ്ങനൊരു വേദി ഉണ്ടാക്കി കൊടുത്തതിന് തീർച്ചയായിട്ടും വളരെയധികം പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ, അദ്ദേഹം വളരെയധികം റീഡിങ്ങും നല്ല വിദ്യാഭ്യാസവും ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, അല്ല എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. കാരണം അദ്ദേഹം പക്ഷേ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം പഠിച്ച വിഷയം. പൊളിറ്റിക്സ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എല്ലാവരും പൊളിറ്റിക്സ് പഠിച്ചവരൊന്നും അല്ല പൊളിറ്റിക്സ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, പൊളിട്രിക്സ് അറിഞ്ഞിരിക്കണമല്ലോ. എന്നാലും അതിൻ്റെ ഇറങ്ങിക്കഴിയുമ്പോൾ പൊളിട്രിക്സ് പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പുള്ളിക്ക് അത് നഷ്ടപ്പെട്ടു. പുള്ളി ട്രിക്സിലൂടെ ഒന്നും പോകാതെ പൊളിട്രിക്സ് അപ്ലൈ ചെയ്യാതെ പൊളിറ്റിക്സ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിനൊന്ന് ഒരുപാട് സ്ട്രാറ്റജി ചെയ്യാമായിരുന്നു. ഒരുപാട് സ്ട്രാറ്റജി. എന്തിനാണ് അദ്ദേഹം ഇത്രമാത്രം തിടുക്കപ്പെട്ട് ഇങ്ങനൊരു നടപടി എടുത്തതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് ആളുകളും പല ചീത്തയൊക്കെ അദ്ദേഹത്തെ പറയുന്നുണ്ടെങ്കിലും കാശ് മേടിച്ചു, അതൊന്നുമല്ല അതിലെ യാഥാർത്ഥ്യം. ഇപ്പം ആരോടും പൈസ മേടിച്ചു എന്നുള്ളതല്ല. രാഹുൽ തെറ്റുകാരനാണെന്ന് തന്നെ വിചാരിക്കുക. രാഹുൽ ഇങ്ങനെ പോയി ഒരു കുട്ടിക്ക് ഗർഭമുണ്ടായി, അല്ലെങ്കിൽ 2 പേർക്ക് ഗർഭമുണ്ടായി, അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യം, ആ പെണ്ണിൻ്റെയും പേഴ്സണൽ കാര്യം. അയാൾ പാലക്കാട് MLA ആയതിനു ശേഷം ഒരാളുടെ വീട്ടിൽ കയറി ഒരാളെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ MLA ആയതിനു ശേഷം ഗർഭമുണ്ടാക്കുകയോ ചെയ്ത കേസല്ല. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഉണ്ടായ സംഭവമല്ല ഇത്. ഏതോ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വോയിസ് റെക്കോർഡ് എടുത്തിട്ട് ഇപ്പം അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിനെ നയിക്കുകയും ഒരു 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 വലിയൊരു വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങൾ വന്നത്. ആരോപണങ്ങളല്ല, സത്യമാണെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, ഇത് സത്യമാണെങ്കിൽ കൂടി അതുവരെയും ശ്രീ വി ഡി സതീശൻ അത് തെളിയുന്ന കാലഘട്ടം വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി ഇപ്പൊ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് കേസൊക്കെ അന്വേഷണം നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് തെളിവുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഇതെന്തിനാ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? അവിടെ തെളിവ് ഓൾറെഡി ഉണ്ടല്ലോ. കാരണം ശ്രീ വി ഡി സതീശൻ ഇന്നലെ മിനിങ്ങാന്ന് മറ്റോ പത്രക്കാരോടുള്ള മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത്, കേരളം മുഴുവൻ അലയടിച്ചു വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാനെടുത്ത തീരുമാനത്തിൽ മാറില്ല എന്നാണ്. ഈ ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് തെളിവുള്ള ഒരു കാര്യം, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, 100% ബോധ്യമുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് തെളിവുണ്ടാവണം എൻ്റെ അടുത്ത്. അല്ലാത്തത് എനിക്ക് ബോധ്യപ്പെട്ട ഒന്നും പറയില്ല. ഡൗട്ടിങ് തോമസ് എന്നിരിക്കില്ലേ, നമ്മൾ കണ്ട് വിശ്വസിക്കുക, അല്ലെ തൊട്ട് വിശ്വസിക്കുക, കണ്ടു വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് നേരെ വി ഡി സതീശൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ പോരെ, ആ തെളിവും കൊണ്ടുപോവാ, എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയാൽ പോരെ. ഇതാരാന്ന് വെച്ചാൽ ഇത്രമാത്രം ചർച്ചയുടെയൊക്കെ ആവശ്യമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്രമാത്രം പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ പെണ്ണിനെ ഇവൻ പീഡിപ്പിച്ചത്, ഇവൻ കള്ളൻ, ഈ പെൺകുട്ടിനെയാണെന്നും പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ മുഖം മറച്ചിട്ട്, മുഖമൊന്നും കാണിക്കണ്ടെന്നേ, ഒരു ലെറ്റർ കൊടുത്താൽ മതി. വി ഡി സതീശൻ ഇന്നയാളുടെ പേര് പുറത്തു വിട്ടു, അത് പോലീസിന് കൈമാറി എന്നും പറഞ്ഞ് കൊടുത്താൽ മതിയല്ലോ. എന്താ അത് ചെയ്യാനുള്ള ഒരു ആർജവും വീടിക്കില്ലാത്ത? ഏതായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്നാൽ അതും കൂടെ ചെയ്യ് വീടി. അതും കൂടെ ആയിട്ട് ചെയ്യാതിരിക്കണ്ട, അതും കൂടെ ചെയ്ത് അയാളെ നശിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കി അല്ലെങ്കിൽ അയാളുടെ പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ഒരു മരുന്നിനെ, ഒരു അസറ്റിനെ, ഇങ്ങനെ ഒരു അസറ്റിനെ എവിടെ കിട്ടും കോൺഗ്രസിന്? കോൺഗ്രസ്സിൽ ഗർജിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മീഡിയയിലൊക്കെ വന്നിരുന്നാണെങ്കിലും ഇന്റർവ്യൂവിലും ഡിബേറ്റിലും ഒക്കെ നന്നായി സംസാരിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ
അറുത്ത് മുറിച്ച് ഡേറ്റ വെച്ചുകൊണ്ട് സംസാരിക്കാൻ. കാരണം വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന ആളല്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ കിട്ടിട്ട് ഓടുന്ന ആളല്ല. ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത് വളരെയധികം കൃത്യതയോടും ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലേ ഉള്ളൂ. മറ്റാർക്കും, ഞാൻ ഇപ്പോഴും പറയുന്നു, മറ്റാർക്കും ഇത്രമാത്രം ആധികാരികമായിട്ട് തൻ്റെ എതിരാളിയോട് ഡേറ്റ വെച്ച് സംസാരിക്കാൻ ഉള്ള കഴിവില്ല. അത് ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ജന്മനാ കിട്ടിയ ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായന കൊണ്ട് ആർജിച്ചെടുത്തതായിരിക്കാം. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മരുന്നിനെ, ഒരു അസറ്റിനെ ഒരു കറിവേപ്പില പോലെ എടുത്ത് കളയാനുള്ള ഒരു 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 തിടുക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഒരു മണ്ഡലം പ്രസിഡന്റിനെ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിലാക്കാം, ഒരു DCC പ്രസിഡന്റിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു KPCC ജനറൽ സെക്രട്ടറിനെ പുറത്ത് പറഞ്ഞെന്ന് മനസ്സിലാക്കാം, അല്ല KPCC പ്രസിഡന്റിനെ പുറത്താക്കി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. ഇതുപോലുള്ള ഒരു മരുന്നിനെ കോൺഗ്രസിന് ഇനിയും ഒരാളെ കാണിച്ചു തരാൻ കഴിയുമോ കോൺഗ്രസ്സിൽ? കാരണം എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാനൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മയൊക്കെ TV സീരിയൽ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ രാഹുലിൻ്റെ ചർച്ച വരുമ്പോൾ ഇവർ സീരിയലിൽ നിന്ന് മാറി ഈ വാർത്തകളിലേക്ക് ഇവരെ കൊണ്ടുവന്ന ഒരു കാലഘട്ടമുണ്ട്. എന്തൊരു ഇൻട്രസ്റ്റോടുകൂടിയാണ്. അതിന് മുമ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഡിബേറ്റൊക്കെ വളരെയധികം നന്നായി കേൾക്കുമായിരുന്നു. എൻ്റെ വല്യമ്മയൊക്കെ കൈയടിക്കുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഓരോ ആൻസറൊക്കെ കൊടുക്കുമ്പോൾ. അസാധ്യ കോൺഗ്രസ്സുകാരിയായിരുന്നു. അത്ര ആഴമായിട്ട് കോൺഗ്രസ്സിൽ വിശ്വസിച്ചിരുന്ന ഒരു വല്യമ്മ ഉണ്ടായിരുന്നു എനിക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഓരോ മറുപടിക്ക് വേണ്ടി നോക്കിയിരിക്കും, ഇപ്പം കിട്ടൂടാ നിനക്ക്, ഇപ്പം കിട്ടൂടാ. അത് സീരിയൽ കാണുന്ന ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഡിബേറ്റുകൾ കാണുമായിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം വിട്ടു, കോൺഗ്രസ് ചത്തു, അങ്ങനെ ഒരു മനുഷ്യനില്ല, സംസാരിക്കാൻ ഒരാൾ വേണ്ടേ. അതിനുശേഷമാണ് ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു മരുന്ന് വന്നത് നമുക്ക്. അങ്ങനെ ഒരു വ്യക്തിയെ കളയാൻ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇയാൾ ആരോട് ചോദിച്ചിട്ടാണ് ഡിസിഷൻ എടുത്തെന്ന് പറയുന്നത്? കോൺഗ്രസ് പാർട്ടി എടുത്ത ഡിസിഷനാണെന്ന് പറയുന്നുണ്ട്. ഏത് കോൺഗ്രസ്സുകാരാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞത് അവനെ അങ്ങ് പുറത്താക്കിയേക്കാൻ? ഇനി അതൊക്കെ പോട്ടെ, രാഹുലിനെ പുറത്താക്കി, ഇതെല്ലാം നമുക്ക് സമ്മതിക്കാം. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ശ്രീ സണ്ണി വക്കീലിന്, അദ്ദേഹത്തിന് ഒരു കാര്യം പറയാമായിരുന്നു. കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത രാഹുലിനോട് കാണിക്കണ്ടേ? ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരിയവൻ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ കരുവേപ്പില പോലെ തട്ടാവോ? ഒരു കാര്യം അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ നേതാക്കന്മാരോടോ പറഞ്ഞു കൂടായിരുന്നോ? ആ സ്ത്രീ പക്ഷത്തുണ്ടായിരുന്ന എല്ലാവരും വന്ന് രാഹുൽ രാജിവെക്കണം, രാഹുലിനെതിരെ ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ച് പറഞ്ഞില്ലേ എല്ലാ സ്ത്രീ നേതാക്കന്മാരും? അവരോട് വാ പൊളിക്കരുതെന്ന് പറയാൻ ഇവരെ കൊണ്ട് പറ്റിയോ? ഈ പറഞ്ഞ VD സതീശനെ കൊണ്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള KPCC പ്രസിഡന്റിനെ കൊണ്ടോ പറ്റിയോ? ഈ പെണ്ണുങ്ങൾ ഇനി ഒരു അക്ഷരം വേണ്ടി, പെണ്ണുങ്ങളെന്നല്ല, പാർട്ടിയിലെ ഒരാളും രാഹുലിനെതിരെ സംസാരിക്കേണ്ട, ആ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചോളാം എന്നാ ആധികാരികമായിട്ട് പറയണ്ടായിരുന്നോ? ഇത് ഓരോരുത്തരും പട്ടിക്ക് കല്ലെറിയുന്ന പോലെ ഒന്ന് എറിഞ്ഞില്ലേ? ഇതിന് ഉത്തരവാദി ആരാ? അതിന് ഉത്തരവാദി തീർച്ചയായിട്ടും ഇയാളാണ്, ഈ VD സതീശനാണ്. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അങ്ങനെ കല്ലെറിയേണ്ട ഒരു വ്യക്തിയല്ല. ഈ പറയുന്ന ഈ നേതാക്കന്മാരൊക്കെ മത്സരിച്ചപ്പോൾ രാവന്തിയോളം പണിയെടുത്തത് ആരാണ്? രാവന്തിയോളം പണിയെടുത്ത ആളുകളിൽ ഒരു പ്രമുഖനായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഒന്നും ഒരു കാരണവശാലും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നേ. ആ തെറ്റിനെ തിരുത്താൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കാം, പക്ഷെ തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ? എവിടെയോ കിടന്നൊരു പെണ്ണാണ്, എൻ്റെ മകളെ പോലെയാണെന്നും പറഞ്ഞിട്ട് ഉടനെ അങ്ങോട്ട് വലിയ പരിശുദ്ധനാകാൻ വന്നാൽ എങ്ങനെ ശരിയാവുക? അതാണോ പാർട്ടി എന്ന് പറയുന്നത്? VD സതീശൻ എന്ന് പറയുന്നതാണോ കോൺഗ്രസ് പാർട്ടി? ഈ VD സതീശൻ ചെയ്തിരിക്കേണ്ടത്, അയാൾ കുറച്ചുകൂടെ പൊളിറ്റിക്സ് പഠിച്ചിരിക്കണം. അതിന് അയാളോട് ഇത്രമാത്രം കഴിവില്ലെങ്കിൽ അയാൾക്ക് ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കാമായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം പറ്റി, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അയാൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തേനെ. അതുപോലെ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നല്ലെങ്കിൽ ഈ K. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയൊന്നും ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ ഒരു നടപടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം സപ്പോർട്ട് ചെയ്യില്ല. എനിക്കത് 100% ഉറപ്പുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇവരെ കുറച്ച് മുതിർന്ന നേതാക്കന്മാർ മാന്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിലൊന്നും സംഭവിക്കാത്തത്. അവർക്കറിയാം ഇലക്ഷൻ വരികയാണ്, ഒന്നും മിണ്ടാതിരിക്കാൻ ഞങ്ങൾ ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ടാണിത്. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. കാരണം K. സുധാകരൻ ഒക്കെ ഞങ്ങൾക്കൊക്കെ ശരിക്കറിയാവുന്ന ആളാണ്. സുനിലിന് അറിയുമെന്നറിയില്ല. ഒരു ബാങ്ക് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും നാട്ടിലൊരു ഓണം പോലെ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ അത്?
ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ സപ്പോർട്ടും ഉണ്ട്, ഈ KSന്റെ സപ്പോർട്ടും ഉണ്ട്. സണ്ണി വക്കീലിനൊക്കെ അറിയാലോ. എന്താണ് ഈ സണ്ണി വക്കീൽ ഇങ്ങനെയായിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുധാകരൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് പഠിച്ച ആളാണ് ഈ സണ്ണി വക്കീൽ. അയാൾ ബിരുദം എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ബിരുദം അയാൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയെങ്കിൽ അയാൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. KPCC പ്രസിഡന്റ് ഉണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് കേരളത്തിൽ. കാരണം ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞങ്ങളെയൊക്കെ ചെറുപ്പം മുതലേ പാർട്ടിയിൽ പിടിച്ചു നിർത്തിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്, മറ്റാരുമല്ല. ഒരു പ്രശ്നം ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു ബൂത്ത് തലത്തിലുള്ള ഒരു പ്രസിഡന്റ് ആയാലും ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായാലും അദ്ദേഹം ആ നാട്ടിൽ പാഞ്ഞെത്തും. അത് ചിലപ്പോൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്താനായിരിക്കില്ല, രാത്രി ആ വീട്ടിൽ പാഞ്ഞെത്തും. എനിക്കൊക്കെ വ്യക്തമായും വ്യക്തിപരമായും അറിവുള്ള കാര്യമാണ്. ആശ്വസിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാനുണ്ടടാ എന്ന് പറയും. ഭയപ്പെടാതെ, ഞാനുണ്ട് നിന്റെ കൂട്ടത്തിൽ, ഞാനുണ്ട് എന്നൊരു ഒരു ഒരു പറച്ചിലുണ്ട് പുള്ളിയുടെ. എന്തിനാടോ നീ പേടിക്കുന്നേ ചോദിക്കും. എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പുള്ളി മൈക്ക് കെട്ടി പൊതുസമ്മേളനം വെച്ചിട്ട് അവിടെ പേരെടുത്ത് വിളിച്ചു പറയും, അതെൻ്റെ കുട്ടിയാ, തൊട്ടുപോകരുതെന്ന് പറയും. ഇതെൻ്റെ കുട്ടിയാ. അത് വ്യക്തമായിട്ട് പേരെടുത്ത് പറയും എന്നുള്ളതാണ്. അല്ലാണ്ട് ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകനെ തൊട്ടാ അങ്ങനെയാവും ഇങ്ങനെയൊന്നുമില്ല. ഇതെൻ്റെ കുട്ടിയാണെന്ന് പേരെടുത്ത് വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ അക്രമത്തിന് ശ്രമിച്ചു, അല്ലെങ്കിൽ BJP ഇങ്ങനെ അക്രമത്തിന് ശ്രമിച്ചു, ഇന്നയാളുടെ നേരെ ശ്രമിച്ചു, അവനെ ഇനി തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും എന്ന് പറയുന്ന ഒരു ആർജവമുള്ള, ഒരു ചങ്കൂറ്റമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്നെങ്കിലും ഒരു അഭിപ്രായം ആരായാമായിരുന്നല്ലോ ഈ VD സതീശന്. ഒന്നും വേണ്ട, എത്രയോ നേതാക്കന്മാരോട് ചോദിക്കാം. എത്രയോ അറിവുള്ള നേതാക്കന്മാരുണ്ട്. അവരോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട്. ഇത് ഇയാൾക്ക് തോന്നുന്ന പോലെ എന്തും പറയും. ഇയാൾ എന്താ പറഞ്ഞത്? ഈ സോഷ്യൽ മീഡിയയും റീൽസും ഒന്നും അല്ല കോൺഗ്രസ് എന്നോ? എന്നാൽ ഇദ്ദേഹം ഈ യുഗത്തിലല്ല ജീവിക്കുന്നത്. ഇന്ന് ഇതാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റും കോൺഗ്രസും BJP ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയും റീൽസിലൂടെയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലണ്ടനിലിരിക്കുന്ന ഞാനും പ്രതികരിക്കുന്നത്. ഈ സാധനമൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഈ വീഡിയൊക്കെ ഏതോ കാലഘട്ടത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തൊന്നും അല്ല. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവര് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നു പറയുന്നത്? അപ്പോൾ ആക്രമണം അറിയുന്നുണ്ടല്ലോ, അവർ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്തൊക്കെ അവിടെ എത്തുന്നുണ്ടെന്നുള്ളത് വിവരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു അസറ്റിനെ നശിപ്പിച്ച് കളയരുത്. ഇത്രയും വലിയൊരു പ്രശ്നത്തിനെ വളരെ ചെറുതാക്കി അയാൾക്കൊന്ന് അവതരിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. ഒരു CPM പാർട്ടി പോലും ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ അവരുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഇത്രമാത്രം മ്ലേച്ഛകരമായി പോയി ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി. ഞാൻ നേരത്തെ ഒരു പഴയ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ പത്തനംതിട്ട ജില്ല സാറിൻ്റെ ജില്ലയിൽ തന്നെ ഉള്ളതാണ്, ജനിച്ചു വളർന്നതാണ്. എനിക്ക് വയസ്സ് 60 ഉണ്ട്. സാറേ, എനിക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് അഭിമാനമായിട്ടുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ. ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. ശക്തമായി തിരിച്ചു വരണം. ശക്തമായി തിരിച്ചു വന്ന് ശക്തമായി ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് തിരിച്ചടി കൊടുക്കണം, ഇങ്ങനെയുള്ള ആണുങ്ങൾക്കും തിരിച്ചടി കൊടുക്കണം. നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ബന്ധപ്പെടുവോ, ഇങ്ങനെയുള്ളൊരു പെണ്ണുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചെല്ലുകയോ ചെയ്യരുത്. അമ്മയെ ഓർക്കണം. അതുപോലെ ഞാനും സാറിൻ്റെ അമ്മയെപ്പോലൊരു ഒരാളാണ്, ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്. എനിക്ക് കൊച്ചുമക്കൾ 3 ഉണ്ട്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കിഴക്കേ ശബരിമലയ്ക്കടുത്ത് പെരുന്നാട് പഞ്ചായത്തിലാണ് എൻ്റെ വീട്. സാറിൻ്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അടൂര് ഞാൻ വന്നിട്ടുള്ളപ്പം, ഞാൻ കൈപ്പട്ടൂർ വഴി പോകുമ്പോൾ സാറിൻ്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്തൂടെ വന്നിട്ടുണ്ട്, എനിക്കറിയാം. എന്നാലും സാറിൻ്റെ പ്രവർത്തനം എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ശക്തമായി പ്രതികരിച്ച് തിരിച്ചു വരണം. ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇപ്പം ഞാനൊരു BJP പ്രവർത്തകയാണ്. എന്നാൽ പോലും എനിക്ക് രാഷ്ട്രീയം ഇതിനകത്ത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് നല്ല കൂടിപ്പറപ്പങ്ങളെ, നല്ല മക്കളെ, നല്ല സഹോദരങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ പ്രതികരിക്കുന്ന രാഘവലിൻ്റെ പ്രവർത്തനം കാണുമ്പം, സാറിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. തിരുവനന്തപുരത്ത് പോയി പ്രശ്നങ്ങളുണ്ടായി, സമരം ചെയ്തു. അന്ന് പോയി ജയിലിൽ പോകുന്ന സമയം, പിടിച്ചുകൊണ്ട് പോകുന്ന സമയം, ജയിലിൽ കൊണ്ടുപോകുന്ന സമയം ഞാൻ ഒരുപാട് കരഞ്ഞായിരുന്നു. ഒരുപാട് ഞാൻ കണ്ണുനീര് പൊഴിച്ചായിരുന്നു. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശബരിമല അയ്യപ്പനെ നീറ്റാങ്ങാൻ നേരുകയും ചെയ്തു സാറിന് വേണ്ടി, സാർ തിരിച്ചു വരാൻ വേണ്ടി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതേപോലുള്ള സ്ത്രീകളുടെ മുൻപിൽ ഇനിയും എങ്കിലും സാറിന് ഒരു ഇതും വരാതെ സാർ നല്ല രീതിയിൽ ഇവളുമാരെ കൊണ്ടുവന്നവർക്ക് തിരിച്ചടി നല്ല പോലെ കൊടുത്ത് സാർ പ്രവർത്തിക്കണം. എനിക്ക് ഇത്രയും പറയാനുണ്ട്. സാറിൻ്റെ ഈ യൂട്യൂബ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും സന്തോഷം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ
ഈ കോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സാറേ, ഇപ്പം ഈ കൊടുത്തേക്കുന്ന യൂട്യൂബർ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് യൂട്യൂബർ ഇട്ട് തന്നത്. എന്തായാലും ഈ നമ്പർ ഇട്ട് തന്നതിൽ സന്തോഷം. പത്രപ്രവർത്തക സാറിന് എനിക്ക് ഭയങ്കര സ്നേഹം നിറഞ്ഞ ഒരാശംസയായിരുന്നു. അതുപോലെ തന്നെ സാറേ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരെ പെറ്റി വളർത്തിയ തന്തയും തള്ളയും, അവരുടെ മാതാപിതാക്കൾ അല്ലെ അവരുടെ ആണാങ്ങളമാർ, അവർക്ക് ഇങ്ങനെ സംഭവിച്ചാലോ, അവർക്കിങ്ങനെ സംഭവിച്ചാൽ അവരുടെ ഒരു ആങ്ങളമാരെ ഇതുപോലെ ഒരു പെണ്ണ് ഇതേപോലെ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തുമാത്രം വേദനയും അവരുടെ മക്കൾക്കും അല്ലെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാവും. എന്നേ പോലെ ഈ പെണ്ണുങ്ങളെ ഇതുപോലെ കയറൂരി വിട്ട് നൂൽവസ്ത്രമില്ലാതെ ആണുങ്ങളുടെ മുമ്പിൽ വിട്ടിരിക്കുക, ആണുങ്ങളെ വശീകരിക്കാൻ വിട്ടിരിക്കുക. എന്നിട്ട് ആണുങ്ങൾ അവരുടെ കൂടെ ചെല്ലുന്നില്ല എന്ന് കാണുമ്പോഴാണ് ആണുങ്ങളോട് ഈ പ്രതികരിക്കുന്നത്. അല്ല, ചെല്ലുന്നത് കൊണ്ടല്ല, ചെല്ലാത്തത് കൊണ്ടാണ് പ്രതികരിക്കുന്നത്. അവനെ ഞാൻ ഈ തരത്തിൽ ചെന്ന് അവൻ ട്രംപിൽ ചെന്നിട്ട് അവൻ ട്രംപിലോട്ട് വന്നിട്ടില്ലല്ലോ, അല്ലെ എന്നെ അവന് അങ്ങനെ കണ്ടില്ലല്ലോ, അല്ലെ അവൻ എന്നെ സ്നേഹിച്ചില്ലല്ലോ. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു വാശി. അല്ലാതെ ഇതൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല, ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല ഇവിടെമാർ ചെയ്ത് കൂട്ടുന്നത്. അതേപോലെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സതീശൻ, നമ്മുടെ പക്ഷേ ഞാൻ പറയുന്നില്ല, എൻ്റെ പേര് പറഞ്ഞ ഇച്ചിരി കടന്നു പോകും. അതുകൊണ്ട് ആ മനുഷ്യൻ ഒരു മനുഷ്യനാണോ? ആ മനുഷ്യന് വിവരമുണ്ടോ? ആ മനുഷ്യൻ ഈ വിവരക്കേടിനകത്ത് നിന്നുകൊണ്ട് ഈ പരിപാടി കാണിക്കുന്നത് എന്ത് അതിൻ്റെ ഭാഷ വേറെയാണ്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയെ എന്തുമാത്രം ദയോധം ചെയ്ത് എന്തുമാത്രം ആ സ്വപ്ന സുരേഷ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുമാത്രം പറഞ്ഞിട്ട് പോലും ഈ സതീശനെന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് വരെ തിരിച്ചൊരു മറുപടി മിണ്ടാതെ അയാൾക്ക് ചുക്കാൻ പിടിച്ച് അയാളുടെ കൂടെ ഓണസദ്യ കൊണ്ട് അയാളുടെ പറയുന്നില്ല, അയാളുടെ കൂടെ ശൃംഗരിക്കാൻ പോയെന്ന് ഈ മനുഷ്യനെ തല്ലി പുറത്താക്കണം, ചാപ്പട്ടി പുറത്താക്കണം. ഇവന് വെച്ചേക്കരുത് നാറിന്. ഇവനൊറ്റയൊരുത്തന് ഈ പ്രശ്നം മൊത്തം, ഈ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. അവൻ നന്നാകുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് നന്നാകാനുള്ള ഇട കൊടുക്കത്തുമില്ല. അതാണ് അവൻ കാണിക്കുന്നത്. അവൻ്റെ ചെവിക്ക് പിടിച്ച് വേണം എറിയാൻ, വെറുതെ വേരുത്. കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കേക്ക് മുറിക്കുക. എൻ്റെ കൈയുടെ മുട്ട എവിടെ ആയിരുന്നത് കേക്ക് മുറിച്ചപ്പം? ഈ പറയപ്പെടുന്ന എവിടെ ആയിരുന്നു എൻ്റെ കേക്ക് മുറിച്ചപ്പം കൈയുടെ മുട്ടിരുന്നത്? അത് ലോകരും കണ്ടിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ അവൻ നല്ലതാണോ? എന്ത് ബാക്കി പറഞ്ഞാൽ കടന്നു പോകും. അതുകൊണ്ട് അത്രയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നല്ല ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരിക, നല്ലൊരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത്രയും നന്മ ചെയ്ത നല്ല മനുഷ്യനെ ഇത്രയും ആട്ടി പുറത്താക്കിയ ആൾക്കാർക്ക് അവരോട് പ്രതികരിക്കുക, അവരെ പ്രതികരിച്ച് പുറത്താക്കുക. അതാണ് വേണ്ടത്. ഇത്രയും പറയുന്നു ഞാൻ. ഇനിയും വീണ്ടും വിളിക്കാം. എൻ്റെ പേര് മാത്യു. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ചാനൽ ഞാൻ കാണുന്നുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ആ പാവപ്പെട്ട ചെറുക്കനെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാറ് പരിശ്രമിക്കണതിൽ വളരെ അഭിനന്ദനങ്ങൾ. അപ്പോൾ സാറ് ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ 3 പേരെ വരുന്നുള്ളൂ. അതായത് സതീശൻ, ചെന്നിത്തല, AICCയുടെ സെക്രട്ടറി. പക്ഷേ ഈ ഉമ്മൻചാണ്ടി സാറിനെ നശിപ്പിച്ചതിൽ ഇവർ പങ്കുള്ള എല്ലാവരുടെ പേരും ഇതിനോടുകൂടി വരണം. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്നെ സുധീരൻ, അവനാണുള്ള KPCC പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് പതിനാറിൽ ഗവൺമെന്റിനെ ഇറക്കാൻ വേണ്ടി കളിച്ചവൻ. അപ്പൊ ഇവർ ഈ കടൽക്കിഴവന്മാരെ മുഴുവൻ നമ്മൾ തുറന്നു കാട്ടണം. ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം. ഇവന്മാരെയൊക്കെ ഈ കള്ളപ്പന്നികളെയൊക്കെ പുറത്ത് കളയണം. എന്നിട്ട് ആ പുതിയ ടീം വന്നിട്ട് ഈ കേരളം ഒന്ന് ശുദ്ധീകരിക്കണം. അതിന് വേണ്ട ഒരു ഇതും കൂടി കണ്ട. അപ്പൊ മറ്റവരെയും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണം. എങ്കിലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്ന് നന്നാക്കി എടുക്കണം നമുക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.